ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹോളിഡേ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു റുട്ടീൻ ഫോളോ ചെയ്യാറില്ല. ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുള്ളൂ. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമാണ് മെയിനായിട്ട് ഞാൻ അവധി ദിവസം ചെയ്യുക. പിന്നെ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ആ ദിവസം ചെയ്യാൻ വെക്കാറില്ല. മാത്രമല്ല വേറെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല ആ ഒരു ദിവസം. കാരണം ബാക്കിയെല്ലാ ദിവസം നമ്മൾ കറക്റ്റായിട്ട് ഒരുവിധം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേ ഇസയ്ക്ക് തണുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ പുതപ്പൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. റോസും ആണെങ്കിൽ ഇത് ഇവിടെ സൈക്കിൾ ഓടിക്കണം. അപ്പോൾ അവളും അതേ ഫുള്ള് ഡ്രസ്സൊക്കെ സെറ്ററൊക്കെ എടുത്തിട്ടാണ് സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോൾ രാവിലെ 7 മണി കഴിയുമ്പോൾ ഒരു തണുപ്പ് പോലെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. രാവിലത്തെ ഒരു തണുപ്പാണ്, പക്ഷെ അത് കഴിയുമ്പോൾ ചൂടാണ് കേട്ടോ. അപ്പോൾ ഇസയ്ക്കും റോസിനും സാറ്റർഡേയ്സിൽ ട്യൂഷനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരു 9 മണിയാക്കി കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലേക്ക് പോകണ തിരക്കും ബഹളമൊന്നും ട്യൂഷന് പോകണ സമയത്ത് ഇല്ല കേട്ടോ അധികം. അതുകൊണ്ട് അവരും രാവിലെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിനി എന്തായാലും സമയം 7:30 അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാം. കാരണം സാധാരണ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് കഞ്ഞിയും കടലുപ്പേരിയുമാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ അങ്ങനെ വല്ല വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് കഞ്ഞിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയുമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വെക്കുന്ന ഐറ്റംസൊക്കെ വേഗം കുക്കറിൽ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്, അത് എടുത്ത് വെക്കണം. അപ്പോൾ അതിന് മുൻപ് കുക്കറിലുള്ള ഐറ്റംസ് എപ്പോഴും ആദ്യം തന്നെ വെക്കുക. അപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോളും. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അവിടെ സൈഡ് ചെയ്യാം. അങ്ങനെ ഞാൻ കടല ഇതിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയരി ഉണ്ടല്ലോ, അത് അളന്നിട്ട് ഞാൻ അതും കൂടി വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഗോതമ്പ് പൊടിയരി ഞാൻ ഇപ്പോൾ ഒരു 1.5 കപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ 6 പേർക്ക് അത്യാവശ്യം നല്ലതായിട്ട് തികയും. അപ്പോൾ ഇത് നന്നായിട്ട് വിടർന്ന് വരും കേട്ടോ, നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ വിടർന്ന് വരും. ഗോതമ്പ് പൊടിയരി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പൊടിയരി കഞ്ഞിൻ്റെ വേറെ, അതല്ലാണ്ട് ഇതാണ് ഇവിടെ കൂടുതൽ നമ്മൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചിനായാലും ഉണ്ടാക്കുന്ന കറികൾ നമ്മുടെ വീട്ടിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാവും നല്ലത്. കാരണം കുറേ ബാലൻസ് വന്ന് ഒരുപാട് കറി ഫ്രിഡ്ജിൽ വെക്കുന്നതിലും നല്ലത് ഫ്രഷായിട്ട് ഉള്ള കറി 2 നേരത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ചില സമയത്ത് എനിക്ക് തിരക്ക് ഉണ്ട്, അടുത്ത ദിവസം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി അടുത്ത ദിവസത്തേക്ക് വരെയുള്ള രീതിയിൽ വെക്കുക. എന്നാൽ പോലും നമ്മളൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റാക്കി വെറുതെ കളയുന്നതിൽ എനിക്കിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നോക്കിയിട്ടാണ് നമ്മൾ ഡെയിലി കുക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്. ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നേരെ വിപരീതമാണ്. നമ്മൾ ആവശ്യത്തിനുള്ള കറികളൊക്കെ കരുതണം. കുറച്ച് എക്സ്ട്രാ ഉണ്ടായാലും സാരില്ല, നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു പോളിസിയാണ്. ഡെയിലി കുക്കിംഗ് ചെയ്യുമ്പോൾ കറികളൊക്കെ നോക്കി ഒരാവശ്യത്തിന് ഉണ്ടാക്കുക. കുറച്ച് കുറഞ്ഞു പോയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷേ വേസ്റ്റ് ആക്കിയിട്ട് പിന്നെ കളയണത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രങ്ങൾ നമുക്ക് വേണം. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ എടുത്ത് ഇവിടെ സെറ്റാക്കി വെക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന 2-3 പാത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു സൈഡിൽ നമ്മൾ ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുക്കാനാണ്. അപ്പോൾ ഒരാഴ്ചയിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം നമ്മൾ നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ അതൊക്കെ മേടിക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ തലേദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉപ്പും മുളകും മഞ്ഞളും പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐസ് പിടിച്ചിരിക്കുക. അപ്പോൾ അത് ഐസ് പോകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സെറ്റ് ആവട്ടെ. അങ്ങനെ അതൊക്കെ ആവുന്ന നേരം കൊണ്ട് നമുക്ക് കഞ്ഞി കഴിക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാം. അപ്പോൾ സാധാരണ ഊണ് കഴിക്കുന്ന പാത്രമാണെങ്കിൽ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇത് കറി കഴിക്കാൻ വേണ്ടി ഒരു പാത്രം, കഞ്ഞി കുടിക്കാനുള്ളൊരു ബൗള്, പിന്നെ സ്പൂണുകൾ, ഇതെല്ലാം നമ്മൾ കഞ്ഞി വിളമ്പുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകിയോട് വെച്ച് കഴിഞ്ഞാൽ മക്കൾ അതൊക്കെ വരുമ്പോൾ അവർ സെറ്റാക്കിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇനി നമുക്ക് കടലയുടെ ഉപ്പേരി കാച്ചിയെടുക്കട്ടെ. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചുവന്നുള്ളി ഒരു 6 അല്ലിയും വെളുത്തുള്ളി ഒരു 3 അല്ലിയും ചതച്ചതും വേപ്പിലയും കൂടി ചേർത്ത് മൊരിയിച്ചെടുത്തു. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ കടലക്കറിക്ക്. അപ്പോൾ അത് ചേർത്ത് ആ ഒരു മസാല നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുക. മുരിഞ്ഞ് വന്നിരിക്കുന്ന മസാലയിലോട്ട് ഞാനൊരു 1/4 കപ്പ് നാളികേരം ചിരവിയതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത്തിരി വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ അതിൽ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് സെറ്റാവും, ഈ തേങ്ങയും എല്ലാം കൂടി സെറ്റാകാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ കടല ഉപ്പേരിയൊക്കെ കഴിക്കുമ്പോൾ അതിലുള്ള നാളികേരവും ആ മസാലയും മാത്രം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന
കടല ചേർത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലയിലുള്ള വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു. ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താലും തെറ്റില്ല. ആ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെറ്റിച്ചെടുക്കുമ്പോൾ ആ ഗ്രേവി പോലെ ഒരു ചെറുതായിട്ടൊരിത് കിട്ടും. അപ്പം അതിനൊരു പ്രത്യേക രസമാണ്. ചൂടോടുകൂടി ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല രസമാണ്. കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നല്ല ഡ്രൈ ആക്കി ഇതേ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഞാൻ കടലയുടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ. അത് ഞാൻ അതേ മിക്സ് ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കടലുപ്പേരി അങ്ങനെ റെഡിയായി. കഞ്ഞി പിന്നെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അവിടെ. അങ്ങനെ കഞ്ഞി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ദേ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. 2 വിസിലടിച്ചിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ചൂട് കഞ്ഞിയും അതിൻ്റെ കൂടെ കടലുപ്പേരിയും നമുക്കിനി കഴിക്കാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 8:45 എന്തോ ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 9:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ക്ലാസ്സുള്ള ദിവസമൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിന്നെ സംസാരിച്ചിരിക്കാനും നേരമില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ മക്കൾ ഓരോ കഥകളും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നേരം പോകണതേ അറിയില്ല. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫോണും നോക്കി കുറച്ചധികം നേരം ഇരിക്കുന്ന ദിവസമാണ് അവധി ദിവസം. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ ഫോണും പിടിച്ചിരുന്ന് നേരം പോയി തന്നെ അറിഞ്ഞില്ല. ഷോർട്സൊക്കെ കാണാനിരുന്ന് കഴിഞ്ഞാൽ പറയണ്ട. അങ്ങനെ സമയം ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇനി വേഗം പോയിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫോണും നോക്കിയിരുന്ന ഇന്നത്തെ ലഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ബിരിയാണി റൈസ് ഇതിൽ ഒരു 4 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രം കുതിർത്താൽ മതി. ചിക്കൻ നമ്മളിവിടെ നേരത്തെ തന്നെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെയ്ച്ചോറ് മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സവാളയും കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നെയ്ച്ചോറിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സവാള ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. കനം കുറഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ലേശം ഉപ്പ് ചേർത്താൽ നല്ലതാണ്. അത് ചേർത്ത് ഫ്രൈ ചെയ്തതുപോലെ എടുക്കുകയാണ്. ഇനി അതിലേക്ക് കാഷ്നട്ട്സ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഓയിലിൽ തന്നെ. ഇതിൽ നെയ്യ് ചേർത്തിട്ടും നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കാഷ്നട്ട്സ് ചേർത്തിട്ട് അതും കൂടി ഇങ്ങനെ വേഗം തന്നെ ആവും കേട്ടോ. ഓയിൽ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. പിന്നെ അതിലേക്ക് നമ്മൾ കിസ്മിസും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കിസ്മിസ് ഫ്ലെയിം കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേഗം തന്നെ അത് ഇങ്ങനെ ഒരു കറുത്ത കളർ പോലെയായി പെട്ടെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ ഇങ്ങനെ വരാറില്ല. അപ്പോൾ എന്തായാലും പക്ഷേ ടേസ്റ്റ് കരിഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ. കളർ പെട്ടെന്ന് ഡാർക്കായി. അത് കിസ്മിസിൻ്റെ പ്രത്യേകത കൊണ്ടാവാം. ഇതിൻ്റെ പ്രത്യേകതയാവും. അപ്പോൾ എന്തായാലും അതും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ എല്ലാതും തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം അവിടെ സൈഡിൽ ഇരിക്കട്ടെ. ഇനി ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ചിക്കൻ റോസ്റ്റും ഇപ്പുറത്തെ നെയ്ച്ചോറും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോയിൽ രണ്ടും കൂടി അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നെയ്ച്ചോറിനുള്ള അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നല്ലോ 4 കപ്പ് അരി. അത് ഞാൻ വെള്ളമൊക്കെ വാർത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ആകെ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അരി പിന്നെ വേവിക്കുന്ന സമയത്ത് വേവൊക്കെ കൂടി പോകണ്ട വെച്ചിട്ടാണ്. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രം വലിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ സവാള ഫ്രൈ ചെയ്തതിൻ്റെ 1 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 6 ഗ്രാമ്പു, ഒരു 4 പീസ് പട്ടയുടെ, പിന്നെ ഒരു 4 ഏലക്കായ. ഞാൻ ഗ്രാമ്പൂ ഒക്കെ ഒരു 6 ഇട്ടതിൻ്റെ കാര്യം വീട്ടിലുണ്ടായിട്ടുള്ള ഗ്രാമ്പൂആണ്. അപ്പോൾ അതിൻ്റെ ഇത്തിരി മണം കുറവ്. അതുകൊണ്ടാണ് ഞാനത് ഉണങ്ങിയിട്ടില്ല അങ്ങോട്ട്. അതുകൊണ്ട് 6 ഇട്ട് കേട്ടോ. പിന്നെ 2 പീസ് തക്കോലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവാള നൈസായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഇങ്ങനെ വാടി വന്നാൽ മതി. അത് വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് മതി, ചെറിയൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി വാർന്നു പോയിട്ടുണ്ടാവും ആ നേരം കൊണ്ട്. ഈ അരി ചേർത്തിട്ട് ഇനി ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചത്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബിരിയാണി പോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അരി ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട്, കാരണം നല്ല ചൂടാവും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം. അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന അരിയിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളം. നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളമാണ് എടുക്കേണ്ടത്. അതായത് 4 കപ്പ് അരി എടുത്തതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും നല്ല തിളച്ച വെള്ളം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1.25 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ഞാൻ ഈ ഉണ്ടാക്കിയ അരി ഒരു 10 മുതൽ 11 മിനിറ്റ് എടുത്തിട്ടാണ് ഫുൾ വെള്ളം വെറ്റി വെന്തിട്ടുണ്ടായിരുന്നത്. ഓരോ അരിയും ഓരോ രീതിയിലായിരിക്കും. ചില അരികൾ വേവ് കൂടിയതായിരിക്കും, ചിലത് വേഗം തന്നെ വേവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അരി ഈ രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട്
ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഇതേ അരി നല്ല വെന്ത് നമ്മുടെ പാകമായിട്ടുണ്ട്. പാത്രം ഫുള്ളായിട്ടും ഈ ഒരു റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ഞങ്ങൾക്ക് കറക്റ്റ് അളവാണ് കേട്ടോ, ഈ ഒരു വലിയ പോട്ട്. ഇനി നമ്മൾ നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂനട്ടും കിസ്മിസും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചൊന്ന് മുകളിൽ കൊടുത്ത ശേഷം നമ്മൾ മൂടിക അടച്ച് 1 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കുക. 1 മിനിറ്റ് മതി, അല്ലെങ്കിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് അരി കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്ത ശേഷം ഓഫ് ചെയ്ത് വെക്കുക. കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ നെയ്ച്ചോറ്. അപ്പം അങ്ങനെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. ഇതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള ഞാനൊരു 6 എണ്ണമാണ് ചോപ്പ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൽ ഒരു സവാള മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കണേ. ബാക്കിയുള്ള സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കറിയിൽ ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സവാള ഫ്രൈ ചെയ്ത് എടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും അരച്ചെടുത്താണ് ചേർക്കണേ. ചോപ്പ് ചെയ്തും ചേർക്കാം, പക്ഷെ അരച്ചെടുത്താകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല. പെരിഞ്ജീരകത്തിൻ്റെ പൊടി എക്സ്ട്രാ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കറിക്ക്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 3 തക്കാളി നീളത്തിൽ ചോപ്പ് ചെയ്തത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അത് വഴറ്റി എടുക്കണം. അപ്പോൾ നന്നായി മൂടി വെച്ച് ആ തക്കാളി നല്ല സോഫ്റ്റ് ആവുന്ന വരെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ നേരത്തെ നമ്മൾ ആദ്യം ഓയിലിൽ സവാള ഫ്രൈ ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ആ ചോപ്പ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള 5 സവാള അതെല്ലാം തന്നെ ഇങ്ങനെ ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇത് ചിക്കൻ റോസ്റ്റിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷെ ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്യാം. അപ്പോൾ എല്ലാ സവാളയും ബാക്കിയുള്ള സവാള മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി വഴറ്റി വെച്ചത് ഏകദേശം നല്ലതായിട്ട് സോഫ്റ്റായിട്ടൊക്കെ ദേ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കാൻ പോണേ. ആ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ആ തക്കാളി നന്നായിട്ട് അങ്ങോട്ട് വാടി എല്ലാം കൂടി ഒന്ന് യോജിക്കും. ഒന്ന് തിളപ്പിച്ചെടുക്കുക, ചെറിയൊരു കട്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം ഈ പാത്രത്തിലിട്ട് ഇളക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ പാത്രം ചെറുതായി പോയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതെല്ലാം എടുത്ത് മാറ്റി ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം ഉരുളിയിലാവുമ്പോൾ അത് ഫുള്ളായിട്ട് നന്നായിട്ട് ഇളക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ ഇത് ഇളക്കാനൊന്നും പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ചിക്കൻ നമ്മളൊന്ന് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വെള്ളം പോരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ഇനി നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മൊത്തം ഒരു 20 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതേ ചാറ് ഇത്രത്തോളം ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, ഇത്തിരി കട്ടിയിലുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആ സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് ഇളക്കി ഈ ഒരു ചാറിനൊക്കെ ഒന്നൊരു കുഴമ്പ് രൂപത്തിലാകുന്ന രീതിയിൽ ഒന്ന് വെറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ സവാള ചേർക്കുമ്പോൾ തന്നെ കറിക്കൊരു തിക്നെസ് വരും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഇത് തിളച്ച് വന്ന് അതിൻ്റെ ചാറൊക്കെ കുറുകി വരുമ്പോൾ നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോഴേക്കും ചൂടാറുമ്പോഴേക്കും ഒരു കട്ടിയായിട്ട് വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ചെറിയൊരു ഇത്തിരി ചാറ് വെച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രേവി ഇതേ കുറുകാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ചായിട്ട് ഞാൻ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഗ്രേവിയൊക്കെ വെറ്റിപ്പോയി ഈ രീതിയിലേക്ക് ആയിട്ടുണ്ട്, ഒരു കട്ടിയുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ട്. ഇതിനൊരു ഫൈനൽ ടച്ച് എന്ന പോലെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങയുടെ പാല് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മല്ലിയില ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയിലയും ചേർത്തിട്ടില്ല, വേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ സെറ്റാക്കി വെക്കാം. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. ഇത്തിരി ചുവന്നുള്ളി വേണമെങ്കിൽ ഒന്ന് മൊരിച്ചെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൂടിയൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഞാൻ ചേർക്കണില്ല. ഇനി ഇതൊക്കെ അവിടെ ഒന്ന് ചൂടാറാനായിട്ട് ഇരിക്കട്ടെ.
അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തൈര് കൊണ്ട് സലാഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഉച്ചയ്ക്കത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 12:45 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അത്രയും നേരമായി. അതിന് ലഞ്ച് കഴിക്കുമ്പോൾ വേഗം ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് നമുക്ക് നമ്മുടെ ലഞ്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഈ ഒരു അവധി ദിവസം നിങ്ങൾ ഈ ഒരു നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുകയും വേണം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.